പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഒരുപക്ഷെ എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരൊക്കെ ഈ റാപ്പ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു 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 മേഖല ശ്രദ്ധിക്കാൻ തുടങ്ങിയത് വേടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പൊതുരംഗത്ത് ആ റാപ്പ് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നപ്പോഴാണ്. ഇപ്പോഴാണ് ഞാനൊക്കെ അതിനകത്തേക്ക് ശ്രദ്ധിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ആ റാപ്പ് മ്യൂസിക്കിലൂടെ ഈ വേടൻ പിന്നെ ഒരു കീഴാള പ്രത്യയശാസ്ത്രമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെ ബോധ്യമായതിനെ തുടർന്ന് അയാളൊരു കീഴാള വിപ്ലവത്തിനാണ് അയാളുടെ ഈ റാപ്പ് മ്യൂസിക്കിലൂടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകളൊക്കെ ഞാൻ അയാൾക്ക് അനുകൂലമായി ചെയ്യുകയുണ്ടായി. അയാളുടെ പിന്നെ റാപ്പ് മ്യൂസിക്, ആ പാട്ടുകൾ അതൊക്കെ പരിശോധിച്ചു. അതിനകത്തുള്ള ഭാഷ, അതിൻ്റെ ഉപയോഗം അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇയാളൊരു കീഴാള വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് അയാളെ പിന്തുണച്ചുകൊണ്ട് ഒന്നിലധികം വീഡിയോകൾ ഞാൻ ചെയ്തതായി ഞാൻ ഓർക്കും. എന്നാൽ ഇതെല്ലാം ചെയ്ത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അയാളുടെ ഈ വിപ്ലവവും അതൊക്കെ അയാളുടെ പുറംപൂച്ചാണെന്നും അയാളൊരു കറകളഞ്ഞ സ്ത്രീ പീഡകനാണെന്നും ഒരു നരാധമനാണെന്നും എനിക്ക് ബോധ്യമായത്. ചുമ്മാ ബോധ്യമായതല്ല. അയാൾ പീഡിപ്പിച്ച ഇരകളായിട്ടുള്ള ഒന്നിലധികം സ്ത്രീകൾ എൻ്റെ സുഹൃത്തും മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഈ അനിൽ ഇമ്മാനുവലുമായിട്ട് പിന്നെ അഭിമുഖ സംഭാഷണം നടത്തുന്ന യൂട്യൂബിൽ ഞാൻ കേൾക്കാനിടയായി. സത്യം പറഞ്ഞാൽ നെഞ്ചത്ത് കൈവച്ച് പോയി, നെഞ്ചത്തല്ല തലയിൽ കൈവച്ച് പോയി. ആ അഭിമുഖത്തിൽ ആ സ്ത്രീകൾ ഈ വേടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എത്ര ഭീകരമായിട്ടാണ് ഇയാൾ ഈ സ്ത്രീകളെ പീഡിപ്പിച്ചിരിക്കുന്നത്. അതിഭീകരമായിട്ട്. ലൈംഗിക ബന്ധം നടക്കുമ്പോൾ രക്തം കാണണം എന്ന് വരെ ഈ സ്ത്രീകൾ പറഞ്ഞു എന്നാ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത്. മാത്രമല്ല മയക്കുമരുന്നിന് അടിമ, സിന്തറ്റിക് മയക്കുമരുന്നിന് അടിമയാണെന്നും സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിലൊക്കെ ഏറ്റവും നീചവും നികൃഷ്ടവുമായി പെരുമാറുന്ന ഒരു നരാധമനും സ്ത്രീ പീഡകനുമാണ് വേടൻ എന്ന് അയാൾ ഇടപെട്ടിട്ടുള്ള, അയാൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ള 2 സ്ത്രീകൾ നടത്തുന്ന അഭിമുഖ സംഭാഷണങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യമായി. ചില അത്രയ്ക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ സ്ത്രീകൾ പറഞ്ഞത്. ആ സ്ത്രീകൾ പരാതിയൊക്കെ കൊടുത്തു. പക്ഷെ നമുക്കറിയാമല്ലോ, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് പിന്നെ സ്ത്രീ പീഡനത്തിന് ഇരകളായിട്ടുള്ള സ്ത്രീകൾ പരാതി കൊടുത്താൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പറ്റം സ്ത്രീകൾ പരാതി കൊടുക്കുമ്പോൾ അതിനെ അനുകൂലമായി പിന്നെ സർക്കാർ കാണും. കാരണം അത് രാഷ്ട്രീയമായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് അവരെടുത്ത് ഉപയോഗിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നമ്മളതാണല്ലോ കണ്ടത്. എന്നാൽ വേടൻ പീഡിപ്പിച്ചിട്ടുള്ള ഈ സ്ത്രീകൾ അത്ര ഉന്നതമായിട്ടുള്ള സാമ്പത്തിക നിലവാരം പുറത്തുനിന്ന് ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് സർക്കാർ അതിനകത്ത് അത് കണ്ടെന്ന് നടിച്ചില്ല. എന്ന് മാത്രമല്ല, അവരെ പീഡിപ്പിക്കുന്ന നിലയിലായിരുന്നു പോലീസിൻ്റെയൊക്കെ പ്രതികരണം. അവർ കൊടുത്ത പരാതി അത് പോലീസ് മാധ്യമങ്ങൾക്ക് കൊടുത്തു, അവരുടെ ഫോൺ നമ്പർ മാധ്യമങ്ങൾക്ക് കൊടുത്തു. ആ മാധ്യമങ്ങൾ ആ ഇരകളായിട്ടുള്ള സ്ത്രീകളെ വിളിച്ച് വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. അതൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ട ഞെട്ടിക്കുന്ന ചില സംഭവവികാസങ്ങൾ എന്താ സുഹൃത്തുക്കളെ? പിന്നീട് നമ്മൾ കണ്ടത് സർക്കാർ ഈ വേടൻ്റെ കേസുകൾ കോടതിയിൽ വന്നപ്പോൾ എടുത്ത നിലപാട് എന്താണെന്ന് നമ്മൾ കണ്ടു. വേടൻ്റെ ഈ സ്ത്രീപീഡന കേസുകളിൽ വേടൻ മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതിയിലൊക്കെ ചെന്നപ്പോഴത്തേക്ക് വേടൻ അനുകൂലമായ നിലപാട് സർക്കാർ എടുത്തു കേസുകളിൽ. അങ്ങനെ വേടൻ മുൻകൂർ ജാമ്യം കിട്ടി. എന്തിനു പറയുന്നു? സ്ത്രീപീഡന കേസിൽ പ്രതിയായി മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന വേടന് വിദേശത്ത് പോകാനുള്ള അനുവാദം പോലും സർക്കാർ കൊടുത്തു. സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്കൂ. അപ്പോൾ സർക്കാർ അതിനകത്തെടുത്തൊരു സമീപനം എന്താണെന്നറിയാമോ? വേടൻ ഒരു പിന്നോക്കക്കാരനായതുകൊണ്ട് വേടൻ സ്ത്രീപീഡന കേസിൽ പെട്ടാലും വേടൻ അനുകൂലമായി നിന്നാൽ വേടനിലൂടെ പിന്നോക്ക വോട്ടുകളിൽ കണ്ണുവെക്കാം എന്നുള്ള ഏറ്റവും നീചമായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി വേടനെ പിന്തുണയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. വേടൻ ഒരു സംസ്ഥാന അവാർഡ് കൊടുത്തു. എന്നാലോചിച്ച് നോക്ക്. വേടൻ ഒരു റാപ്പ് മ്യൂസിക്കിന് സംസ്ഥാന അവാർഡ് കൊടുക്കുന്നു സർക്കാർ. വേടനെ പിന്തുണയ്ക്കുന്നു. വേടനെ ആദ്യം അറസ്റ്റ് ചെയ്യുകയും ജയിലിലെടുക്കുകയൊക്കെ ചെയ്ത സർക്കാരാണ്, ഓർക്കണം നമ്മൾ. വേടനെതിരെ ആദ്യം പരാതി വന്നപ്പോൾ വേടനെതിരെ കേസെടുത്തു.
വേടനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും എന്നൊക്കെ ഉള്ള സ്ഥിതി വരെ വന്നപ്പോഴാണ് ഏതോ മരപ്പൊട്ടന്മാർ ഈ സ്ത്രീ പീഡകനായിട്ടുള്ള ആളാണ് വേടനെങ്കിലും വേടനൊപ്പം നിന്നാൽ അതിലൂടെ പിന്നോക്കക്കാരുടെ വോട്ട് കിട്ടാം എന്ന് സർക്കാരിന് ഉപദേശം കൊടുത്തു. വെള്ളാപ്പള്ളി നടേശനെ വിളിച്ച് കാറെ കയറ്റിയാൽ ഈഴവരുടെ വോട്ട് ലഭിക്കുമെന്നും നായന്മാരുടെ പോപ്പായിട്ടുള്ള സുകുമാരൻ നായരെ ബ്ലാക്ക് മെയിൽ ചെയ്താൽ നായരുടെ വോട്ട് കിട്ടുമെന്നും ഒക്കെ ധരിച്ച് വശായിരിക്കുന്ന ഈ പിണറായി സർക്കാർ വേടൻ സ്ത്രീ പീഡകനാണെങ്കിലും വേടനെ അനുകൂലമായി നിലപാടെടുത്താൽ, വേടൻ അവാർഡ് കൊടുത്താൽ, വേടനെ കൂടെ നിർത്തിയാൽ അതിലൂടെ പിന്നോക്ക വോട്ട് വരുമെന്ന് പറഞ്ഞ് വേടനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പ്രോത്സാഹിപ്പിച്ച് എന്താ അവസാനം കണ്ടെന്നറിയാമോ? ഈ സ്ത്രീ പീഡന കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഈ വേടനെ പൊന്നാട അണിയിക്കുന്നു. ആര്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. ആലോചിച്ച് നോക്കണം. വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന സർക്കാരാണിത്. കണ്ണിൻ്റെ ഒരു പോള പോലും അളക്കാതെ തുറന്നിരിക്കുകയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന ഈ സർക്കാർ ഒന്നല്ല രണ്ട് സ്ത്രീ പീഡന കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന വേടൻ എന്ന് പറഞ്ഞ ആ സ്ത്രീ പീഡകനെ പൊന്നാട അണിയിക്കാൻ ഒരു ഉളുപ്പും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് തോന്നുന്നില്ല സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ ഞാൻ കണ്ടു. എന്ന് മാത്രമല്ല വേടൻ്റെ വിവാഹ തീയതി പ്രഖ്യാപിക്കുക പോലും ചെയ്യുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. എന്തൊരു ഗതികെട്ട അവസ്ഥയായിരുന്നാലും ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞത്, ഇതൊക്കെ ചെയ്യുമ്പോൾ VS ഉണ്ടായിരുന്നെങ്കിൽ VS ഗോവിന്ദൻ്റെ കരണക്കുറ്റിക്കിട്ട് അടിക്കുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജീർണതയുടെ ഒരു തലം. സ്ത്രീ പീഡനം നടത്തിയിട്ടുള്ള നരാധമന്മാരെ പോലും പച്ചപ്പരസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് വിശ്വസിക്കുകയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. എനിക്കിതിനകത്ത് മനസ്സിലാവാത്തൊരു കാര്യം, CPM-ൽ കുറേ വനിതാ നേതാക്കന്മാരുണ്ടല്ലോ. CPM-ൽ KK ശൈലജയുണ്ട്, CPM-ൽ PK ശ്രീമതി മുതൽ പുത്തൻകൂറ്റ് നേതാവായിട്ടുള്ള TN സീമ വരെ ഉണ്ടല്ലോ, മേഴ്സിക്കുട്ടി അമ്മയുണ്ടല്ലോ കേരളത്തിലെ CPM-ലെ വനിതാ നേതാക്കന്മാരായിട്ട്. അവരാരും കണ്ടില്ലായിരുന്നു ഈ നരാധമനായിട്ടുള്ള ഈ വേടന് CPM കൊടുക്കുന്ന പ്രോത്സാഹനം? രണ്ട് സ്ത്രീകളെ പീഡിപ്പിച്ച കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന വേടന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പൊന്നാട അണിയിച്ചതിനെ കുറിച്ചിട്ട് ഈ മേഴ്സിക്കുട്ടിക്കും ഈ KK ശൈലജയ്ക്കും ഈ PK ശ്രീമതിക്കും TN സീമയ്ക്കും ഒക്കെ എന്താ പറയാനുള്ളത് എന്ന് കേരളത്തിലെ സ്ത്രീജനങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ ഒരു വശത്ത് സ്ത്രീ സുരക്ഷ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് പറയുക, മറുവശത്ത് നരാധമനും സ്ത്രീ പീഡകനുമായിട്ടുള്ള ഒരുത്തന് അവനെ പാർട്ടി സെക്രട്ടറി പൊന്നാട അണിയിക്കുക. ഈ ഇരട്ടത്താപ്പ് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ ജനങ്ങൾ കാണുന്നില്ല എന്ന് ഗോവിന്ദനും കൂട്ടരും ഗോവിന്ദനും പ്രഭൃതികളും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ സ്ത്രീ പീഡനത്തിൻ്റെ വിഷയത്തിലുള്ള ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കാനാണ് ഈ സംഭവം ഉപകരിച്ചിട്ടുള്ളത്. നരാധമനായിട്ടുള്ള നരാധമനും സ്ത്രീ പീഡകനുമായിട്ടുള്ള വേടനെ പിന്തുണയ്ക്കുന്നതിലൂടെ പിന്നോക്ക വോട്ട് കിട്ടും എന്നാണ് ഈ മരപ്പൊട്ടന്മാർ വിചാരിക്കുന്നതെങ്കിൽ പിന്നോക്കക്കാരും ഈ സ്ത്രീ പീഡകനായും ഈ നരാധമനുമായിട്ടുള്ള വേടനൊപ്പം നിൽക്കുന്നില്ല എന്ന് ഈ CPM-ന്റെ പരമോന്നത നേതാവായിട്ടുള്ള MV ഗോവിന്ദൻ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്.